വളരെ ഇഷ്ടപ്പെട്ടാണ് ഈ പാട്ട്. കഷ്ടപ്പാടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ചെയ്യുന്ന ഡാൻസ് മാസ്റ്റർക്കായിരുന്നു. ശരിക്കും എന്താണെന്ന് മനസ്സിലായി. അദ്ദേഹം ഡാൻസ് അങ്ങാടി വരുന്ന പച്ചെന്നൊന്നും അറിയാത്ത ഈ കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാന്നുള്ളതാണ്. എന്നെ പോലെ തഴക്കവും പഴക്കവും വന്ന നർത്തകന് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. എൻ്റെ പുതിയ കുട്ടികളല്ലേ, നമ്മളവർക്ക് വേണ്ടി സഹിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സമീപനമുള്ളത് കൊണ്ട് ഞാൻ അവരുടെ എല്ലാ തെറ്റുകളും സഹിച്ച് അവർ തെറ്റിക്കുന്ന താളത്തിനൊക്കെ ഞാൻ തുള്ളി ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 3 ദിവസം ഞാൻ പനിയായിട്ട് കിടക്കുക. സിനിമയുടെ ഷൂട്ടിങ്ങിനെ ബാധിക്കരുതെന്ന് വിചാരിച്ച് പനിയെ തൃണവൽ കഴിച്ചുകൊണ്ട് പല നൽകിക്കൊണ്ടാണ് കൊണ്ട് ഞാൻ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. സിനിമ ഷൂട്ടിങ്ങിന് കുട്ടനാട്ടിലെ ജനങ്ങൾ വളരെയേറെ സഹകരിക്കുകയുണ്ടായി. സാധാരണ ഡാൻസിൻ്റെ സ്റ്റെപ്പുകൾ കുട്ടികൾക്ക് തെറ്റുമ്പോൾ ആളുകൾ ചിരിക്കും. കുട്ടനാട്ടിലെ ജനങ്ങൾ എല്ലാവരും കൈയടിക്കുകയായിരുന്നു. കാരണം ഇത് വേഗം തീർന്നു പോകുമല്ലോ. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു അവസരം ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുന്നു. ഈ സിനിമ സിംഗ് സൗണ്ടായി. സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതല്ലാതെ സിനിമയിൽ സംസാരിക്കുന്ന ഡയലോഗുകളല്ലാതെ മറ്റൊരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരും കഴുത്ത് തൊണ്ണക്കി പിടിച്ചിട്ടാണ് ഷൂട്ടിംഗ് ചെയ്യുന്നത്. കുട്ടനാട്ടിലെ ജനങ്ങൾ അതിന് ഞങ്ങളെ അനുവദിച്ചില്ല. കാരണം സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോഴേ അവർ നിശബ്ദരായി. ആദ്യത്തെ 2 ദിവസം കൊണ്ട് അവർക്ക് മനസ്സിലായി ഈ സിനിമയിലെ അവരുടെ ശബ്ദം ഈ സിനിമയുടെ ചിത്രീകരണത്തെ ബാധിക്കുമെന്ന് ബോധമുണ്ടായതുകൊണ്ട് മാത്രം ആ സിനിമയുടെ ശബ്ദം ഇത്രയും മനോഹരമായിട്ട് ലേഖനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിന് കുട്ടനാട്ടിലെ എല്ലാ സിനിമാ പ്രേമികളോടുള്ള നന്ദി ഞാൻ വളരെ രസകരമായ ഒരുപക്ഷെ നമുക്കൊക്കെ ഒരുപാട് ആൾക്കൂട്ടമുണ്ട്. 10,000, 1500, 2000 പേര് കാഴ്ചക്കാരായിട്ടുള്ള ഒരു അമ്പലത്തിലൊരു സീനിൽ ഞങ്ങളൊരു സീൻ ഇങ്ങനെ എടുത്തു വരുമ്പോൾ എല്ലാവരും ഫോൺ ഓഫ് ചെയ്യണം, ലടിക്കാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, ശ്വാസം വിടാൻ പാടില്ല. എല്ലാവരും ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നമ്മൾ പറയുന്നത് എന്താണെന്ന് കേട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ഷോട്ടിൻ്റെ ഏകദേശം 10 സമയം ഒരാളുടെ മൊബൈൽ ഫോൺ അടിച്ചു. സോറി കൈ നോക്കി മാപ്പ് പറഞ്ഞ അത്രത്തോളം വിശാലഹൃദയരും അത്രത്തോളം കലാസ്നേഹികളുമായ കുട്ടനാടിലെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ദുരിതം അനുഭവിക്കുന്ന അവരോട് നമ്മൾ അനുദപിക്കുന്ന സമയത്ത് പോലും അത്രയും വലിയ മനസ്സുള്ള അവരെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. പാട്ട് ഇത്രയും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുകൂടെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. സംവിധാനം മാത്രം